ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ UDF-ന്റെ കൺവീനർ കൂടിയായ ശ്രീ എം ഹസൻ, വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, പ്രിയപ്പെട്ട MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നമ്മുടെ രാജ്യത്തുണ്ട്. നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിന് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൂടിയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തിയത്. ഞാൻ എപ്പോഴും പറയും, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരമായി മാറിയത് അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടന്ന സമരമായിരുന്നില്ല എന്നതുകൊണ്ടാണ്. നൂറ്റാണ്ടുകളോളം അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ജനവിഭാഗങ്ങൾക്ക് നീതി കൊടുക്കാൻ വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തിയ പോരാട്ടമായിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാനം നടത്തിയതും നമ്മുടെ ദേശീയ നേതാക്കൾ നടത്തിയതും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന നൽകുന്ന നിരവധിയായ കാര്യങ്ങൾ, അവകാശങ്ങൾ അവർക്കുണ്ട്. പക്ഷെ ഇന്നത്തെ ഭരണകൂടങ്ങൾ അതിനെ വിസ്മരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് നീതിപൂർവമല്ലാത്ത നടപടിയിലൂടെ പട്ടികജാതിക്കാരുടെ ഫണ്ട് വ്യാപകമായി വെട്ടിക്കുറച്ചു. പട്ടികജാതി വിഭാഗത്തിന്റെ ഫണ്ട് വെട്ടിക്കുറച്ചത് 500 കോടി രൂപയാണ്. പ്ലാൻ ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറച്ചത് ഒരു കാലത്തും ഇല്ലാത്തതാണ്. പട്ടികവർഗ വിഭാഗത്തിന്റെ പ്ലാൻ ഫണ്ട് പദ്ധതി വെട്ടിക്കുറച്ചത് 112 കോടി രൂപയാണ്. 500 കോടിയും 112 കോടി രൂപയുമാണ് വെട്ടിക്കുറച്ചത്. ഇനി നിങ്ങൾക്ക് അറിയാവേണ്ട ഒരു കാര്യം, കേരളത്തിലെ പദ്ധതി എന്ന് പറയുന്നത് 2019-20 30,000 കോടിയാണ്. അത് 20-21 ആയപ്പോൾ അത് 27,000 കോടിയായി കുറഞ്ഞു. പിന്നെ 22, 23, 24, 25 30,000 കോടിയിൽ തന്നെ നിൽക്കുകയാണ്. കേരളത്തിലെ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോണമിയാണ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയാണ്. അത് നമുക്ക് നോക്കിയാൽ അറിയാം. അത് സ്റ്റാഗ്നന്റായി ഒരുപോലെ നിൽക്കുകയാണ്. ഈ 30,000 കോടി ഒരു പ്രാവശ്യം താഴോട്ടും പോയി 20,000 കോടി. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് നിങ്ങൾ ചോദിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് 5%, 10%, 20% ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. 5 കൊല്ലം മുമ്പ് 50,000 കോടിയായിരുന്നത് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും അത് 75,000 കോടിയും 80,000 കോടിയുമാണ്. നിങ്ങൾ അറിയേണ്ടത് 30,000 കോടിയായി അതവിടെ നിൽക്കുമ്പോൾ അതിന്റെ 10% പട്ടികജാതിക്കാർക്ക് കിട്ടുന്നത് 3,000 കോടി. അത് 50,000 കോടി ആയിരുന്നെങ്കിലോ പട്ടികജാതി വിഭാഗത്തിന് അത് 5,000 കോടിയായി അത് മാറുമായിരുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ പദ്ധതി ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നത്? ഇവരെ പദ്ധതിക്ക് പുറത്ത് വേറെ പദ്ധതികൾ ആരംഭിക്കുക. അതിനെയാണ് നമ്മൾ എതിർത്തത്. കിഫ്ബി പദ്ധതി ആരംഭിച്ചു. പദ്ധതിക്ക് കൊടുക്കേണ്ട പണം തന്നെയാണ്. സംസ്ഥാനത്തെ വരുമാനമുണ്ട്, സഞ്ചിത നിധിയുണ്ട്. ആ വരുമാനത്തിലേക്ക് വരുന്ന തുക ഈ പദ്ധതിയിലൂടെയും സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളിലൂടെയും കൊടുക്കേണ്ടതാണ്. അതിനു പകരം ഇത് ബഡ്ജറ്റിന് പുറത്ത് വേറെ പദ്ധതി ഉണ്ടാക്കി. നിങ്ങൾ കേട്ടോളൂ, 30,000 കോടിയാണ് ഇതുവരെ കിഫ്ബിക്ക് വേണ്ടി കൊടുത്തത്. അത് സംസ്ഥാനത്തിന്റെ ബജറ്റിനകത്ത് കൊടുക്കുമായിരുന്നുവെങ്കിൽ 3,000 കോടി രൂപ പട്ടികജാതിക്കാർക്ക് കൊടുക്കണമായിരുന്നു. ഇല്ലേ? 10%, 2% പട്ടികവർഗക്കാർക്ക് കൊടുക്കണമായിരുന്നു.
ഈ കിഫ്ബി പദ്ധതിയിലെ 30,000 കോടി രൂപയിൽ 3,000 കോടി രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് എത്രയാ പട്ടികജാതിക്കാർക്ക് കൊടുത്തതെന്നറിയാമോ? 80 കോടി. 81 കോടിയുടെ പദ്ധതികളാണ് അവർക്ക് കൊടുത്തത്, 3,000 കോടി കൊടുക്കേണ്ട സ്ഥലത്ത്. അപ്പോൾ ഈ പദ്ധതിയിലും ബജറ്റിൽ വരുന്ന പൈസ എടുത്ത് പുറത്ത് ചെലവാക്കി അതിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറിയത് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് അവർക്ക് വേണ്ടി പ്രത്യേകമായി ആവിഷ്കരിക്കേണ്ട പദ്ധതികളാണ് ഇല്ലാതായത്. ഞങ്ങൾ ഇതാണ് നിയമസഭയിൽ തുറന്നു കാട്ടിയത്. നിങ്ങൾ ഞെട്ടും മന്ത്രിമാരുടെ മറുപടി കേട്ട. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി അദ്ദേഹം പുതിയൊരാളാ. അദ്ദേഹവും ധനകാര്യ മന്ത്രിയും പറഞ്ഞ മറുപടി എന്താ കുഴപ്പം? കിഫ്ബിയിൽ സ്കൂൾ പണിതു, അവിടെ സ്കൂളിൽ മറ്റു വിദ്യാർത്ഥികളോടൊപ്പം പട്ടികജാതിക്കാരും പഠിക്കുന്നുണ്ട്. കിഫ്ബിയിൽ റോഡ് പണിതു, ആ റോഡിൽ കൂടി സാധാരണ ആളുകൾ പോകുന്നത് പോലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും പോകുന്നില്ലേ എന്ന് ചോദിച്ച മന്ത്രിമാരുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹം അറിയണം. അവരോടുള്ള പ്രതിഷേധമാണ് UDF ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ സംഗമം. അവര് പറഞ്ഞതനുസരിച്ച് എന്താ, ഇനി പട്ടികജാതിക്കാർക്ക് വേണ്ടി പണം നീക്കി വെക്കണ്ട, ഇനി പട്ടികവർഗക്കാർക്ക് പണം നീക്കി വെക്കേണ്ട. പാലം പണിതാലും റോഡ് പണിതാലും സ്കൂൾ പണിതാലും ഓഫീസ് പണിതാലും അതിൽ കൂടി കയറിപ്പോയാൽ മതി പട്ടികജാതിക്കാർ എന്നാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് അവകാശപ്പെടുന്ന ഇവർ, ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഈ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ നിയമസഭയിൽ നൽകിയ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അവ എത്ര വലിയ അവഗണനയാണ് അവരോട് നടത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇനി ഈ 500 കോടി വെട്ടിക്കുറച്ചിട്ട് അത് ചെലവാക്കണമല്ലോ ബാക്കിയുള്ളത്. 500 കോടി വെട്ടിക്കുറച്ച ബാക്കി എത്രയുണ്ട്? അതിന്റെ ഇന്നിപ്പോ എത്രയായി? മാർച്ച് 13. ഇനി എത്ര ദിവസമുണ്ട്? 18 ദിവസം കൂടിയുണ്ട് ഈ സാമ്പത്തിക വർഷം തീരാൻ. ഈ വെട്ടിക്കുറച്ചതിന്റെ ബാക്കി എത്ര ശതമാനം ചെലവാക്കിയിട്ടുണ്ടെന്നറിയാമോ? 67.15% വെട്ടിക്കുറച്ചിട്ടും ചെലവാക്കിയിട്ടില്ല. പട്ടികവർഗക്കാരുടെ എക്സ്പെൻഡിച്ചർ 112 കോടി വെട്ടിക്കുറച്ചിട്ടും ഇന്നത്തെ ദിവസം, ഇന്ന് രാവിലത്തെ വിവരമാണ് ഞാൻ പറയുന്നത്, ഇന്ന് രാവിലത്തെ വിവരം 47.9%, അതായത് 48% ചെലവാക്കിയിട്ടുള്ളൂ. വെട്ടിക്കുറച്ചിട്ട് ബാക്കി വെച്ച പണം പോലും ചെലവഴിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് എത്ര ക്രൂരമായിട്ടാണ് അവരോട് പെരുമാറുന്നത്. ഇതാണോ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ? ഇതാണോ നീതിബോധം? ഇവരുടെ നീതിബോധം? ഇവിടെ പാർപ്പിടം വീടുമായി ബന്ധപ്പെട്ട് എന്താ സ്ഥിതി? പണ്ട് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും പ്രത്യേകമായ ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു, ഇല്ലേ? ഭംഗിയായിട്ട് നടന്നിരുന്നു. ഇപ്പൊ ലൈഫ് മിഷനിൽപ്പെടുത്തി. അതോടുകൂടി പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും വീടുകളുടെ എണ്ണം കുറഞ്ഞു, എണ്ണം വ്യാപകമായി കുറഞ്ഞു. 4 ലക്ഷം രൂപയാണ് ലൈഫിൽ കിട്ടുന്ന അതേ പൈസയാണ് ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നത്. ഇവരെല്ലാം താമസിക്കുന്നത്, പ്രത്യേകിച്ച് ദേവികുളത്തെ നേതാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എവിടെയാണ് അവരൊക്കെ താമസിക്കുന്നത്? പട്ടികവർഗക്കാർ. ഈ 4 ലക്ഷം രൂപ കൊടുത്താൽ ഈ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഈ പൈസ മതിയാവില്ല. ഈ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് മതിയാവില്ല. നിങ്ങൾ നോക്ക്, പട്ടികവർഗ ഊരുകളിൽ പോയി വീടുകൾ നോക്കിയാൽ വാതിലില്ല, ജനലില്ല, തേച്ചിട്ടില്ല, തറയില്ല, പാവങ്ങൾ താമസിക്കുകയാണ്. 4 ലക്ഷം രൂപ ഇപ്പോഴും കൊടുക്കേണ്ടവർക്ക്, അവർക്കെങ്കിലും വർദ്ധിപ്പിച്ചു കൊടുക്കണ്ടേ? പണി തീരാത്ത വീടുകളാണ് പട്ടികജാതിക്കാർക്കും അല്ലാത്തവർക്കും അതെ, ജനറൽ. പക്ഷേ അതിനേക്കാൾ കഷ്ടപ്പാടുകളും അതിനേക്കാൾ ദുരിതവുമുള്ള ഒരു സമൂഹം വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ അവർക്ക് ഈ കൊടുക്കുന്ന പണം കൊണ്ട് വീടിന്റെ പകുതി പണി പോലും അവർക്ക് തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയണം. ഭവനരഹിതരായ ആളുകൾ, ഭൂരഹിതരായ ആളുകൾ, അവരോട് അതിനൊക്കെ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പണത്തിൽ വലിയ തുക ഇവിടെ ചെലവഴിക്കപ്പെട്ടിട്ടില്ല. വലിയ തുകയാണ് ചെലവഴിക്കപ്പെടാത്തത്. ഇനി വിദ്യാഭ്യാസം പ്രധാന കാര്യമല്ലേ? സ്റ്റൈപ്പൻഡ്, ലംസൺ ഗ്രാൻഡ്, ഹോസ്റ്റൽ ഫീസ്, പ്രൊഫഷണൽ ഫീസ്, ഇതൊക്കെ തോന്നിയ സമയത്താണ് കൊടുക്കുന്നത്. തോന്നിയ സമയത്ത്
ഈ ഗ്രാന്റ് കൊടുക്കാൻ 2 കൊല്ലം വൈകി ഇല്ലേ? 2 കൊല്ലം. എങ്ങനെ പഠിക്കും കുട്ടികൾ? മാത്രമല്ല ഹോസ്റ്റൽ ഫീസ് കൊടുക്കാത്ത സമയത്ത് അവരെ അപമാനിക്കപ്പെടും. ഈ സ്ഥാപനങ്ങളിൽ എത്ര പേര് പഠിത്തം നിർത്തി പോന്നിട്ടുണ്ടെന്നറിയാമോ? എത്ര പേർ പട്ടികവർഗത്തിലും പട്ടികജാതിയിലും പെട്ട പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കഴിഞ്ഞ 3 കൊല്ലമായി വർദ്ധിക്കുകയാണ്. കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാ മാസവും കിട്ടിയിരുന്നാണ് സ്റ്റൈപ്പൻഡ്. ഈ സർക്കാർ വന്നതിന് ശേഷം 1 കൊല്ലം ഒരുമിച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. 1 കൊല്ലം ഒരുമിച്ച് കിട്ടുന്നത് വരെ അവർ കാത്തിരിക്കണം. തീരെ നിവർത്തിയില്ലാത്ത പ്രയാസം നിറഞ്ഞ വീടുകളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ പറ്റാതെ, ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പറ്റാതെ അപമാനിതരായി അവർ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിത്തം പൂർത്തിയാകാതെ ഇറങ്ങി വരുന്ന ദയനീയമായ കാഴ്ചയാണ് ഈ നമ്മുടെ സംസ്ഥാനത്ത്, കേരളത്തിൽ. ഞാൻ ഈ പറയുന്ന കണക്കുകൾ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെ. കാരണം സർക്കാരോട് ചോദിച്ചു മേടിച്ച കണക്കുകൾ തന്നെയാണ്. എല്ലാത്തിലും രേഖയുണ്ട്, എല്ലാ രേഖകളുണ്ട്. ഇന്നത്തെ പ്ലാൻ സ്പേസിൽ നിന്നെടുത്തതാണ് ഞാൻ ചെലവായ തുക പറഞ്ഞത്. ഇന്ന് രാവിലെ 10 മണിക്ക് വരെ ഈ വർഷം ചെലവായ തുകയാണ് ഞാൻ പറഞ്ഞത്. മന്ത്രിമാർ നിയമസഭയിൽ തന്ന മറുപടികളാണ് പറഞ്ഞത്. ഇവർക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ പാവങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പട്ടികജാതിക്കാർക്ക് മന്ത്രിയില്ല കേരളത്തിൽ. ഒരാളല്ലത് പട്ടികവർഗ മന്ത്രിയാണ്. അപ്പൊ പറഞ്ഞു കർണാടകത്തിലൊന്നും ഞങ്ങൾ അതിനൊരു മറുപടി പറഞ്ഞു. 5 മന്ത്രിമാരാണ് പട്ടികജാതിക്കാർ കർണാടകത്തിൽ. അവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല പട്ടികജാതിക്കാരനെ കൊടുത്തിരിക്കുന്ന കർണാടകത്തിൽ 5 മന്ത്രിമാർ മറുപടി കൊടുത്തതാ നിയമസഭയിൽ. കർണാടകത്തിൽ എങ്ങനെയെന്ന് ചോദിച്ചു. പട്ടികജാതിക്കാർക്ക് മന്ത്രിയില്ലാത്ത സംസ്ഥാനമാണ് കേരളം. ആദ്യമായി കെ കരുണാകരനെ പോലുള്ള മുഖ്യമന്ത്രി പട്ടികജാതി വകുപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള, അത്രയും ഗൗരവം കൊടുത്തിട്ടുള്ള ഒരു സംസ്ഥാനത്ത് പട്ടികജാതിക്കാർക്ക് ഇന്ന് മന്ത്രിയില്ല. CPM-ന് ഒരു കുഴപ്പമില്ല, CPM-ന് ഒരു പരാതിയില്ല. ആ സ്ഥിതിയാണ് ഈ സംസ്ഥാനത്തുള്ളത്. ഇവിടെ ചെലവഴിക്കപ്പെട്ടിരിക്കുന്ന തുക, ഓരോ വിഭാഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിന്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു പരിപാടിയും നടക്കുന്നില്ല. ഇപ്പോ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മാസം ലഭിക്കേണ്ട തുക ഞാൻ പറഞ്ഞു വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാന്റ് ലഭിക്കാത്തതിനാൽ കോളേജ് ഹോസ്റ്റൽ അധികൃതരിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നു. അടക്കമുള്ള ST വിഭാഗത്തിൽപ്പെട്ട 500ഓളം കുട്ടികളാണ് ഈ വർഷം പഠനം അവസാനിപ്പിച്ചത്. 500ഓളം കുട്ടികൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പഠിക്കാൻ പറ്റാതിരുന്നത്. ഈ സ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ രീതിയിലും ഇവര് ഈ പണം ചെലവാക്കാതെ ഈ പണം മുഴുവൻ വെട്ടിക്കുറച്ചുകൊണ്ട് പലതരത്തിലുള്ള പദ്ധതികളാണ് ഈ സംസ്ഥാനത്ത് ഇല്ലാതാക്കിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം. ഇപ്പോൾ ഭവനരഹിത പട്ടികജാതി വിഭാഗക്കാർക്ക് ലൈഫ് മിഷൻ വഴി നൽകുന്ന ഭവന പദ്ധതിക്ക് 300 കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിരുന്നത്. ഇത് 120 കോടിയാക്കി വെട്ടിക്കുറച്ചു. അപ്പൊ അത്രയും വീട് കുറയും. 60% പട്ടികജാതിക്കാരുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഈ വർഷം വെട്ടിക്കുറച്ചിരിക്കുന്നത്. 300 കോടി ഉണ്ടായിരുന്നത് 120 കോടി ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഭവനങ്ങളുടെ ഭാഗികമായി നിർമ്മിച്ച ഭവനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് വെട്ടിക്കുറച്ചു. 50 കോടി രൂപ അതിൽ നിന്ന് വെട്ടിക്കുറച്ചു. അതുപോലെ പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങാനുള്ള സഹായം 170 കോടിയായിരുന്നു. അത് 100 കോടി എടുത്തു കളഞ്ഞു, 70 കോടിയാക്കി കുറച്ചു. ഇത് പറഞ്ഞാൽ തീരാത്തത്രയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വാത്സല്യം പദ്ധതി ഉണ്ടായിരുന്നു. ആ വാത്സല്യം പദ്ധതി 100% പണം വെട്ടിക്കുറച്ചു. പട്ടികവർഗ പദ്ധതിയിൽ മൊത്തം 112 കോടി. ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു. അത് വെട്ടിക്കുറച്ചു. അതുപോലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം നൽകുന്ന അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പദ്ധതിക്ക് പണം വച്ചിട്ടുണ്ടായിരുന്നു. അത് വ്യാപകമായി അത് വെട്ടിക്കുറച്ചു. ബിരുദ വിദ്യാർത്ഥികൾക്ക് +2 പഠിക്കുന്നവർക്കുള്ള പദ്ധതി വെട്ടിക്കുറച്ചു. നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കാൻ ബജറ്റിൽ 2 കോടി വകയിരുത്തിയിരുന്നു.
ഒറ്റ പൈസ കൊടുക്കേണ്ടെന്ന് ഇപ്പൊ തീരുമാനിച്ചു. പദ്ധതിയിൽ വെച്ചിരുന്നതാണ് എല്ലാം. വ്യോമയാന മേഖലയിലെ തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ പൈസ വച്ചിരുന്നു, അത് പകുതിയാക്കി, അത് വെട്ടിക്കുറച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ അധിക തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്ന ട്രൈബൽ പ്ലസ് എന്നുള്ള പദ്ധതി ഉണ്ടായിരുന്നു, അത് വെട്ടിക്കുറച്ചു. ഇങ്ങനെ വ്യാപകമായി, ഞാൻ സമയക്കുറവ് മൂലം മുഴുവൻ വായിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, സിവിൽ സർവീസസ് ഫീസ് റീഇംബേഴ്സ്മെന്റ്, വിദേശത്ത് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, IIT IIM സ്കോളർഷിപ്പ്, CA ICW സ്കോളർഷിപ്പ്, UGC CSR നെറ്റ് കോച്ചിങ്, ITC ഫീസ് റീഇംബേഴ്സ്മെന്റ്, മദർ തെരേസ സ്കോളർഷിപ്പ്, APJ അബ്ദുൽ സലാം സ്കോളർഷിപ്പ് തുടങ്ങി 9 സ്കോളർഷിപ്പുകൾ പകുതിയിൽ താഴെയാക്കി വെട്ടിക്കുറച്ചു സംസ്ഥാനത്ത്. സിവിൽ സർവീസ് ഫീ റീഇംബേഴ്സ്മെന്റ് അടക്കമുള്ള 9 സ്കോളർഷിപ്പുകളാണ്. അതുപോലെ ഭൂമി പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കൊടുത്ത തുക മുഴുവനായി വെട്ടിക്കുറച്ചു. ഈ വച്ച തുക തന്നെയുള്ള പലതും 50% കൂടുതൽ ചെലവഴിക്കാൻ വെട്ടിക്കുറച്ചിട്ടുള്ള ബാക്കി തുക പോലും കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധി 2.5 ലക്ഷം, മുന്നോക്കക്കാർക്കുള്ള പദ്ധതിയിൽ 8 ലക്ഷം രൂപയാണ് വരുമാന പരിധി. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ വച്ചിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 2.5 ലക്ഷം രൂപ വരുമാന പരിധി, മുന്നോക്ക സമുദായത്തിൽ പെട്ടവർക്ക് 8 ലക്ഷം രൂപ. ഇത് ഇന്ത്യയാണോ? നമ്മുടെ രാജ്യമാണോ ഇത്? ഇതാണ്, ഇത്രയും ക്രൂരതയാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. 4% മുതൽ 20% വരെ പട്ടിക വർഗ വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല. സർക്കാരിന്റെ സോഫ്റ്റ്വെയറിൽ നിന്ന് നമ്മളെടുത്ത വിവരം. ഈ കൊടുത്തു എന്ന് സർക്കാർ, കൊടുക്കാത്തതുണ്ട്, കൊടുത്തു എന്ന് സർക്കാർ പറയുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 20% വരെ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടില്ല. കൊടുത്തു എന്ന് പറയുന്നു, അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. സർക്കാരിന്റെ കയ്യിൽ കൃത്യമായ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിവരം പോലും ഇല്ല. വയനാട്, കോഴിക്കോട്, എറണാകുളം, കൊല്ലം എന്നീ ജില്ലകളിൽ മാത്രമുള്ള ST പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷ പരിശോധിച്ചപ്പോൾ ഇപ്പോഴും 10,400 അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ് തീരുമാനമില്ലാതെ. ഈ 3-4 ജില്ലയിൽ മാത്രം അത് കെട്ടിക്കിടക്കുകയാണ്. ഒരു വിദ്യാർത്ഥി ഗ്രാൻസ് മുഖേന അപേക്ഷ സമർപ്പിച്ചാൽ അത് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ഡാറ്റ മുഴുവൻ പരിശോധിച്ചാൽ നിരവധി അപേക്ഷകൾ, ഈ കുഞ്ഞുങ്ങളുടെ പഠിക്കാനുള്ള നിരവധി ഗ്രാൻസ് അപേക്ഷകൾ എല്ലാ സ്ഥലത്തും കെട്ടിക്കിടക്കുകയാണ്. ഇത്രയും അപകടകരമായ ഒരു രീതിയിലാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. ഈ ഗവൺമെന്റാണ് PSC ചെയർമാന്റെ ശമ്പളം 3,80,000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. PSC മെമ്പറുടെ ശമ്പളം 3,25,000 രൂപയാക്കിയത്. PSC മെമ്പർമാരുടെ പെൻഷൻ 2.25 ലക്ഷം ആക്കിയത്. അവർക്ക് അതിനൊക്കെ കൊടുക്കാൻ അവർക്ക് പണമുണ്ട്. സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന, ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന, ഏറ്റവും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള സഹായവുമില്ല. അതാണ് ഏറ്റവും കൂടുതൽ വ്യാപകമായി വെട്ടിക്കുറച്ചത്. ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് ഏറ്റവും വലിയ നീതികേട് കാട്ടിയ ഗവൺമെന്റാണ് പിണറായി സർക്കാർ എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോവുകയാണ്. അതിനെതിരായി ഐക്യജനാധിപത്യ മുന്നണി നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് UDF സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഈ വിഷയം ഗൗരവതരമായി എടുക്കണം എന്ന് UDF-ലെ എല്ലാ ഘടകകക്ഷികളും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പിന്നോക്കം നിൽക്കുന്ന ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി ആരംഭിക്കാൻ പോകുന്ന ഉജ്ജ്വലമായ സമര പരമ്പരകളുടെ തുടക്കമാണ് എറണാകുളത്ത് ഇന്ന് ഈ പ്രതിഷേധ സംഗമത്തിലൂടെ ആരംഭിക്കുന്നത് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നീതികേട് ഞങ്ങൾ തുറന്നു കാട്ടും. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യും. യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഒരു 10,000 കോടി രൂപയിലധികം, 10,000-നും 15,000 കോടി രൂപയിൽ ഇടയ്ക്കുള്ള പണമാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വികസനത്തിന് വേണ്ടി,
അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വീടും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും അവർക്ക് തൊഴിൽ സഹായവും എല്ലാം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപയാണ് ഈ സർക്കാർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു തടസ്സവും ഉണ്ടാക്കരുത്, ഒരു തടസ്സവും ഉണ്ടാക്കരുത്. അവർക്ക് വേണ്ടി ഗവൺമെന്റുകൾ കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകൾ തീരുമാനിച്ചിട്ടുള്ള എല്ലാ സ്കോളർഷിപ്പുകളും എല്ലാ സഹായങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്തു. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാമൂഹ്യവും സാമ്പത്തികവുമായ മാറ്റമുണ്ടാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കുഞ്ഞുങ്ങളുടെ പഠന കാര്യത്തിൽ, അവരുടെ പാർപ്പിട കാര്യത്തിൽ, അവരുടെ പദ്ധതികളുടെ കാര്യത്തിൽ ഒരു രൂപ കുറവ് വരുത്താൻ പാടില്ല എന്നുള്ള അതിശക്തമായ നിലപാട് ഐക്യജനാധിപത്യ മുന്നണി സ്വീകരിക്കുകയാണ് എന്ന് നിങ്ങളോടെല്ലാം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ UDF സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിഷേധ സംഗമം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.